ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനൊരു കാരണം നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, കാലം മാറുമ്പോൾ കോലം മാറും. ശരിയാണ്. ഇപ്പം ഒരുപാട് നമ്മുടെ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലം, അങ്ങനെയാണ് നമ്മുടെ ജീവിതം. മൊബൈൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം. പിന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയ കാലം. പ്രളയം, കൊറോണ, ഒരുപാട്. ഇപ്പം 2026 ടെക്നോളജിയും ഓരോരുത്തരുടെ കഴിവും ബുദ്ധിയൊക്കെ ഒരുപാട് മാറും. പക്ഷേ ഇപ്പോഴും മാറാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കവിത രാജ് ചേച്ചിയെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അവരുടെ FB, ഇൻസ്റ്റ ഒക്കെ അവരെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അവരുടെ വീഡിയോസ് മിക്കുള്ളതും ഞാൻ കാണാറുള്ളതാണ്. അവരുടെ കുക്കിംഗ്, അവർ അമേരിക്ക താമസിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം അവർ അവിടെ കുക്ക് ചെയ്യുന്നതും അവരവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൃഷി ചെയ്യുന്നതും അതിൻ്റെ വിളവെടുക്കുന്ന സീസൺസിനെ കുറിച്ച് അവരവിടെ യാത്ര ചെയ്യും. അമേരിക്കയിൽ ഓരോരോ സ്ഥലങ്ങൾ, അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഓരോരോ വീട്ടിലെ അവസ്ഥകൾ, അവരുടെ എല്ലാം എന്തുമായിക്കോട്ടെ, അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ, അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ. ഒരു മലയാളി ചെന്നാൽ അവിടെ അമേരിക്കൻ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ആണ് മെയിൻലി അവിടെ സോഷ്യൽ മീഡിയ വരെ അവർ കാണുന്നത്. എന്നാൽ അവരെ പേഴ്സണലി കണ്ട ക്രിമികടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊരാൾ ചെയ്ത കമൻ്റാണിത്. ശരീരം വിറ്റ് വീഡിയോ ഉണ്ടാക്കും. ഇവർ കഷ്ടപ്പെട്ട ആ വീഡിയോ ഉണ്ടാക്കുന്നതോ അവർ മാത്രമേ, അവരുടെ ഭർത്താവും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്ത് ഇറക്കുന്നതും നമുക്കൊരു എഡ്യൂക്കേഷൻ ക്ലാസ് ആണത്. എങ്ങനെയാണ് അവിടെ ഓരോരോ ഡിഷ് ഉണ്ടാക്കുന്നത്. അതിപ്പം ഇൻ്റർനാഷണൽ ഡിഷ് ആയിക്കോട്ടെ, നമ്മുടെ ലോക്കൽ ഡിഷ് ആയിക്കോട്ടെ, ഡിഷുകൾ ഉണ്ടാക്കുന്നു. പിന്നെ അമേരിക്കയിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ താമസിക്കും, അവിടെ എന്തൊക്കെ അവൈലബിൾ ആണ്, എവിടെയൊക്കെ അവൈലബിൾ ആണ്, അവിടുത്തെ സീസൺ എങ്ങനെയാണ്, അവിടെ ഓരോ സീസണിൽ നമുക്ക് ചെയ്യാൻ എന്തൊക്കെ, അവിടുത്തെ ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്, കൃഷി ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, എൻ്റെ വിളവെടുക്കുന്ന വെപ്പാണ് എപ്പോഴാണ്, ഇതൊക്കെ അവർ നമുക്ക് നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. എന്നാൽ അതൊന്നും നോക്കാതെ ശരീരത്തിൽ ഫോക്കസ് ചെയ്ത് കുറേ നരമ്പമാണ് അവർ ശരീരം കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ശരീരം നോക്കുന്നത്? എന്തിനാണ് ശരീരം നോക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചില നരമ്പ് ഇപ്പം കഴിഞ്ഞിടയ്ക്കല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈഗിൾ എന്ന് പറയുന്ന നമ്മുടെ ഗെയിമർ അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുന്നുണ്ടായി. ഞാൻ കുറച്ചേ കണ്ടുള്ളൂ, എങ്കിൽ പോലും അയാൾ പറഞ്ഞ സത്യമാണ്. ടെലിഗ്രാമിൽ ഒരുപാട് അദ്ദേഹം പറഞ്ഞ സൈറ്റ് മാത്രമല്ല, അമ്മ എന്ന പേരിലൊരു പേജുണ്ട്. അമ്മ എന്ന് മാത്രമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ഒരു പേജിൽ ഏതോ ഒരുത്തൻ പല ആൾക്കാരുടെയും അതിനകത്ത് യാത്ര ചെയ്യുന്നത്, ബസ്സിലോ ട്രെയിനിലോ അവർ ചുമ്മാ വഴിയിലൂടെ നടക്കുന്നത് വീഡിയോസും ഫോട്ടോസും എടുത്ത് മോർഫ് ചെയ്തും AI വഴി എഡിറ്റ് ചെയ്തും ഈ സൈറ്റിലാണ് അശ്ലീലമായി സൈറ്റ്. എന്നാൽ വീഡിയോയിലെ ഫോട്ടോയിൽ അശ്ലീലമായ ഒന്നുമേ ഇല്ല. ആ കാണുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. അത് അശ്ലീലമായി ഇറക്കുന്നു. ആ വീഡിയോയെ അശ്ലീലമാക്കി ഇറക്കി കാണുന്നവർക്ക് വേണ്ടി രസിപ്പിച്ച് ഇറക്കുന്നു. അത് പെയ്ഡാണോ ഒന്നും എനിക്കറിഞ്ഞൂടാ, ഞാൻ നോക്കിയില്ല. എന്നാൽ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ടെലിഗ്രാമിൽ ഒരു വീഡിയോ, നമുക്ക് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ചാനലിലോ അല്ലാതെയോ നമ്മൾ സെർച്ച് ചെയ്ത് കയറി അപ്പോൾ നമ്മളെ വേറൊരു പേജ് റീഡയറക്റ്റ് ചെയ്ത് വിടും. ആ പേജ് ഒരു ബോട്ട് പേജ് ആയിരിക്കും, ബോട്ട് ചാനലായിരിക്കും. അവിടെ ചെന്ന് അവർ പറയുന്ന പോലെ ഇന്ന പേജ് ഫോളോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അല്ല, നമുക്ക് ലിങ്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആ ലിങ്ക് കിട്ടുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഫോളോ ചെയ്ത പേജിൻ്റെ റിക്വസ്റ്റ് വരും. നോക്കുമ്പോൾ എന്താണ്, ഒന്നെങ്കിൽ ട്രേഡിംഗ് ആയിരിക്കും, ഉറപ്പാണ്, മാസ്റ്റർ ട്രേഡിംഗ് ആപ്പായിരിക്കും, ട്രേഡിംഗ് പേജ് ആയിരിക്കും. അതൊക്കെ ഫേക്കാണ്. 1000 രൂപ ഇട്ടാൽ 3000 കിട്ടും, 2000 ഇട്ടാൽ 1000 കിട്ടും. ഫേക്കാണ്, അതൊക്കെ പക്ക ഫേക്കാണ്. പിന്നീട് വരുന്നത് ഇതുപോലുള്ള ചാനലുകൾ കൂടുതൽ ഭൂരിഭാഗം. മാക്സിമം ഞാൻ റിപ്പോർട്ട് അടിച്ച് വിടാറാണ് ചെയ്യുക. അൺഫോളോ ചെയ്യുക, റിപ്പോർട്ട് അടിച്ച് ചെയ്യാറ്, ബ്ലോക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതിപ്പം ഇഷ്ടം പോലെ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ തുറന്നാൽ അവിടെയും ഇഷ്ടം പോലെ പേജുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എവിടെ നിന്ന് വരുന്നു, ആര് ചെയ്യുന്നു, ഇതിനൊക്കെ പല നിയമങ്ങളും പല സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നരമ്പന്മാർ ഒരിക്കലും മാറില്ല. അത് വിടും, അതല്ല നമ്മുടെ വിഷയം. ഈ ചേച്ചിയെക്കുറിച്ച്, കവിത രാജ് എന്ന് പറഞ്ഞ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനൊരു മോശമായ അശ്ലീലമായ കമൻറ്റ് ഇറങ്ങി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എനിക്ക് ഇതിപ്പം ജനുവരി മാസം തുടക്കത്തിന് ശേഷം പകുതിക്ക് മുമ്പായി ഇറങ്ങി ഒരു പോസ്റ്റാണ്, FBയിൽ നിന്ന് ഇറങ്ങി കിട്ടിയ പോസ്റ്റാണ്. അപ്പോൾ എനിക്കിത് റിയാക്ട് ചെയ്യാൻ തോന്നി. കാരണം ഞാൻ അത്രയും അവരുടെ വീഡിയോസ് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരാളാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അവരുടെ വീഡിയോസ് കൊണ്ട് ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. അപ്പോൾ അവരുടെ കുക്കിംഗ് വീഡിയോസും അവരുടെ ഫാമിംഗ് വീഡിയോസും അവരുടെ ട്രാവൽ വീഡിയോസും നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്ന, അവരുടെ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ നമ്മൾ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരെണ്ണമാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലത് കിടക്കും.
നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം, ഈ കമൻറ്റ് ചെയ്യുന്ന നരമ്പന്മാരുടെ ഒരു കാര്യം എനിക്ക് പറയാം. നിങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയൊരു സ്ത്രീയാണ്. ആ കവിതാ രാജ് എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഉള്ളതുപോലെ തന്നെ നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ പെങ്ങന്മാർക്കും ഒക്കെ ഉള്ളൂ, നമ്മുടെ പെൺ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഗേൾ ഫ്രണ്ടിനും നമ്മുടെ ഭാര്യയ്ക്കും ഒക്കെ ഉള്ളൂ ഒരു വ്യത്യാസം. പെണ്ണല്ല ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. ചിലവർക്ക് കൂടുതൽ കാണും, ചിലവർക്ക് കുറവ് കാണും. അതിനെ ഫോക്കസ് ചെയ്ത് അത് മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അത് പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാളെ പറയുന്നവർക്ക് തന്നെ ഒരു നാണോ ലജ്ജയില്ല. ഇവനെയൊക്കെ മുമ്പിലോട്ട് കൊണ്ട് നിർത്താൻ വന്നെങ്കിൽ അവിടെ ഇട്ട് മണ്ണ് വാരി എഴുതണം, അല്ല എന്ത് ചെയ്യാനേ. എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യമല്ലോ, നമ്മളൊക്കെ ജനിക്കുന്ന കാലത്ത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന 9 മാസം കിടക്കുമല്ലോ. ഈ 9 മാസം കിടക്കുന്നത് ആദ്യത്തെ 4-5 മാസം എല്ലാവരും, അത് ജനിക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആദ്യത്തെ 4-5 മാസം പെണ്ണായി തന്നെയാണ് ജനിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ അവയവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അല്ല, ആ ആദ്യത്തെ 4-5 മാസം ആണ് പെൺ വ്യത്യാസമില്ല. ഒരു കുഞ്ഞ്, ഒരു ഫീറ്റസ്, അത്രയേ ഉള്ളൂ. പിന്നീടുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച്, ആണായ ടെസ്റ്റോസ്റ്റിറോൺ വരും, പെണ്ണായി ഈസ്ട്രോജൻ വരും. ആ ഒരു വ്യത്യാസം വരുമ്പോഴല്ലാണ്ട് എല്ലാവരും ആണും പെണ്ണുമായി തന്നെയാണ് വയറ്റിൽ കിടക്കുന്നത്. ആദ്യത്തെ 4-5 മാസം കഴിയുമ്പോഴാണ് ആണായി മാറുന്നത്. പെണ്ണ് അതുപോലെ തന്നെ അതുങ്ങളൊന്ന് വലുതായി പെണ്ണായി തന്നെ മാറും. അപ്പം അത് മനസ്സിലാകും. അല്ലാണ്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു അശ്ലീല ചൊവയുണ്ടാകുക, മോശമായ രീതിയിൽ കാണുക, അതിനെ ചിത്രീകരിക്കുക, കമൻ്റ് അടിക്കുക, അതിനെ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്ത് AI വഴിയും എന്തിനാണ് ഇതൊക്കെ, അത് മനസ്സിലാവില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കാൻ മതി. നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാർ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എത്രത്തോളം നമുക്കത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പീഡന കേസുകൾ വരുന്നുണ്ട് അല്ലേ? എത്രത്തോളം പീഡന കേസ്. ചിലവർ നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് മുംബൈയിലും ബാംഗ്ലൂരൊക്കെ തെരുവിൽ നടന്നു പോകുന്ന തെരുവിൽ പബ്ലിക്കായി ഹരാസ് ചെയ്യുകയും ലൈവായി അവിടെ കിടന്ന് പീഡിപ്പിക്കുകയാണ്. തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനില്ല, പ്രതികരിക്കാൻ ഒരു മനുഷ്യനില്ല. എന്തുകൊണ്ട്? ഒന്നെങ്കിൽ പേടിച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചിലവരുടെ ചിന്താഗതി അതായിരിക്കാം, നമുക്കറിഞ്ഞൂടാ. എന്തോ ആയിക്കോട്ടെ, നമ്മൾ പ്രതികരിക്കണം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് കണ്ട് ഞാൻ അപ്പം കമൻറ്റ് അടിക്കും, അപ്പം ഞാൻ കമൻറ്റ് ഇടും. അതിനെതിരായി തന്നെ കമൻറ്റ് ഇടും. അത് എതിര് പറയേണ്ടതാണെങ്കിൽ എതിര് തന്നെ ഞാൻ കമൻറ്റ് ഇടും. അങ്ങനെ എതിര് പറയണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം പറയണം, നമ്മളത് സമൂഹത്തിലേക്ക് എത്തിക്കണം. കാരണം ചെയ്യുന്നത് തെറ്റാണ് അല്ലേ, ബാക്കിയുള്ളവരിൽ എത്തിക്കണം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാരണം അവരെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. കുറേ നാളുകളായി, 1-2 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ എല്ലാ വീഡിയോസും മിക്കുള്ള ഇൻസ്റ്റയിലും FBയിലും ഒക്കെ വന്ന് ഞാൻ മൊത്തം ഇരുന്ന് കാണാറുള്ള ഒരു വ്യക്തിയാണ്. മൊത്തം ഇരുന്ന് കാണും. അവരുടെ കൃഷി ആയിക്കോട്ടെ, അവരുടെ എന്തും ആയിക്കോട്ടെ, എന്ത് വീഡിയോസ്, എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ഞാൻ കാണാറില്ല. എല്ലാം കാണും, കേൾക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ലൈംഗിക അവരോട് തോന്നിയില്ല. കാരണം എൻ്റെ മനസ്സിലൊന്നേ അവർ ഫ്രീ ആയി പോയതുകൊണ്ട് അവർക്ക് അതൊക്കെ അങ്ങനെ ശരീര അവയവങ്ങളുണ്ടാകും. ഇപ്പോൾ എൻ്റെ കുഴപ്പമാണോ, നമ്മുടെ കുഴപ്പമാണോ? ദൈവ സൃഷ്ടിയല്ലേ അത്. അതേ ഒരു ലൈംഗിക ചൊവ്വയോടെ കണ്ട് അതിന് കമൻ്റ് അടിക്കാൻ, എഡിറ്റ് ചെയ്യുക, മോർഫിയാൻ, ഇതാണ്. ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. കാലം പുരോഗമിക്കുക എല്ലാ രീതിയിലും. ഓൾറെഡി കാലം എല്ലാവരും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ജനിച്ച് കുറേ നാൾ കഴിഞ്ഞാൽ പിള്ളേരുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നുണ്ട് പല രീതിയിൽ. പക്ഷെ എന്നാൽ നമ്മൾ പറയുന്നത് 2K കിഡ്സ്, 2000 മുമ്പ് ജനിച്ചവർ, അവർ പോലും ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കഴിഞ്ഞാൽ കഴിവതും ഇങ്ങനെയുള്ള പ്രവൃത്തികളും ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇങ്ങനെയുള്ള ചിന്താഗതികളും കഴിവതും ഇല്ലാതാക്കുക. ഇങ്ങനെയുള്ള ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുക. അത് ഫോർവേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ പബ്ലിക് ആക്കണമെന്നോ ഞാൻ പറയത്തില്ല. പബ്ലിക് ആക്കിയതിൻ്റെ നമുക്ക് നല്ലൊരു സുഹൃത്ത്, നമുക്ക് ദീപക് എന്ന് പറയുന്ന സുഹൃത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രതികരിക്കുക, ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുക. കഴിവതും പ്രൈവറ്റ് ആക്കി നോക്കുക. അഥവാ ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞ് നോക്കുക, ഒന്ന് കണ്ണടച്ച് മനസ്സിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കുക. നമ്മുടെ പെങ്ങന്മാരോ നമ്മുടെ അമ്മമാരോ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളുണ്ട്, ഒന്ന് ആലോചിക്കുക. ഇങ്ങനെയുള്ള കഴിവതും കമൻസും ചിന്താഗതികളും സംസാരങ്ങളും പ്രവൃത്തികളും കഴിവതും ചെയ്യാതിരിക്കുക.